ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നും വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ വേറൊന്നുമായിട്ടല്ല, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നും ഒരുപോലെ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചേനയുടെ തണ്ടും ചേമ്പിൻ്റെ തണ്ടും ഇലയുമാണ് എടുത്തേക്കുന്നത്. രണ്ടിൻ്റെയും തണ്ടും ഇല എടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇളം തണ്ടെടുക്കണം. ചേനയുടെ തണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അതിൻ്റെ തണ്ടിൻ്റെ പകുതി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തിപ്പം ചിലന്തിയോ അങ്ങനെയുള്ളതൊന്നും കൂട് കെട്ടാനുള്ള സമയമാകത്തില്ല, മനസ്സിലായോ? അപ്പം നമുക്ക് നല്ല ഇതായിട്ട് തന്നെ കിട്ടും. എങ്കിലും എല്ലാം നോക്കി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച്, അതിനുശേഷം അതിന് അരപ്പ് ചേർക്കാനായിട്ട് തേങ്ങ ചിരകിയതും വെളുത്തുള്ളി, പച്ചമുളകും കൊച്ചുള്ളിയും ഇച്ചിരി സവാളയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് വെച്ച് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുക്കുമ്പം ഒരു ശകലം കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനയും ഈ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നന്നായിട്ട് ചെറു തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുക. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മളിത് ചേർക്കുന്ന ഈ കൂട്ടെല്ലാം ചേർക്കുന്ന സമയത്ത് വെള്ളം അരയ്ക്കുമ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് വെക്കുന്ന സമയത്തും വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. കാരണം ഇത് ഇലയാണല്ലോ, ഇലയ്ക്കും തണ്ടിന് വലിയ വേവ് വരുന്നതല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ആർക്കെങ്കിലും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. അതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടാതായിട്ട് ആരും വരത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മത്തൻ്റെ തണ്ട്, കുപ്പച്ചീര, വേലുച്ചീര എന്നൊക്കെ പറയത്തില്ല, അതും കൂടിയൊക്കെ ഇട്ടൊന്ന് തോരൻ വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല. അതിൻ്റെ കൂടെ നമ്മുടെ വൻപയറിടാം, ചെറുപയറിടാം, പരിപ്പിടാം, അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ട് ട്രൈ ചെയ്യുക. ഞാനെന്നാൽ ഈ രീതിയിലാണ് കൂടുതലും വെക്കാറ്. എനിക്ക് മൂക്കുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാറ്. ഈ രീതിയിൽ വേണ്ടവർ ഇങ്ങനെ ട്രൈ ചെയ്യുക. അല്ല പരിപ്പും ഇതുമൊക്കെ ചേർത്ത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്താലും ഇത് കഴിക്കാൻ സൂപ്പറാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കി. കാരണം എന്നപ്പം മോൾക്ക് സ്കൂളിലും കൊടുത്തു വിടാം. അത് ഞാൻ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ മോള് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനെല്ലാം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിലും വിട്ടു. അപ്പം നമ്മുടെ തോരൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാമില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പം